കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 10 മാസമായി സർ. ഒരു പാവപ്പെട്ടവർ ഹൃദയ ശസ്ത്രക്രിയക്ക് ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അത് സർക്കാർ ആശുപത്രി ചെയ്യണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ 3 ലക്ഷം റുപ്യെങ്കിലും വേണം. ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര ചെലവ് വരും. അപ്പൊ 3 ലക്ഷം രൂപ കയ്യിലുള്ളവന്റെ ഹൃദയം മാത്രം പണിമുടക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം കേരളം നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ചർച്ച ഇത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞത് സർ. ഇവിടെ എന്തുകൊണ്ടാണ് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നത്? സർക്കാർ നൽകേണ്ടത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് 114 കോടി രൂപയാണ്. 114 കോടി രൂപ കൊടുക്കാണ്ട് അവർ തീരുമാനിച്ചു. ഇന്നലെ അവരുടെ ഒരു പ്രഖ്യാപനമുണ്ട്, ഇനി ഞങ്ങൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികൾക്ക് വിതരണം ചെയ്യില്ല എന്നവർ പ്രഖ്യാപിച്ചു. 114 കോടി രൂപ കുടിശ്ശികയുണ്ട്, കൊടുക്കാൻ നോക്കണം ധനകാര്യമന്ത്രിന്റെ അവിടെ. പിന്നെ 594 കോടി രൂപ 594 കോടി രൂപ മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട് സർ. എവിടെയും മരുന്ന് കിട്ടാനില്ല, ആശുപത്രിയിൽ എല്ലാം പുറത്തു കഴിഞ്ഞ് കൊടുക്കാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കുടിശ്ശിക 1255 കോടിയാണ്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ബോർഡുണ്ട്, എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കൂല. അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ്. ഉമ്മൻചാണ്ടിയും മാണി സാർ തുടങ്ങി വെച്ചതാണ്. അന്ന് ഞങ്ങള് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ഞാലിക്കുടി സാഹിബൊക്കെ ഇരിക്കുന്നുണ്ട്. അന്ന് പാവങ്ങളോട് കാട്ടി ഏറ്റവും വലിയ കാരുണ്യാണത്. ഏത് ശസ്ത്രക്രിയയും ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു. അത് മുടങ്ങിപ്പോയി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല. ഹൃദ്യം മുടങ്ങി, 10 കോടി കൊടുക്കാനുണ്ട്. അമ്മയും കുഞ്ഞും 34 കോടി കൊടുക്കാണ്ട് മുടങ്ങി. അങ്ങനെ എത്രയാണെന്നറിയോ കുടിശ്ശിക? 2000 കോടിയുടെ കുടിശ്ശികയാണ് ആരോഗ്യരംഗത്തുള്ളത്. ആരോഗ്യരംഗത്ത് 2000 കോടി. ഇതിവിടെ എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട്, ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം. പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെയല്ലേ, അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലോ. പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല. ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് കേരളത്തിലെ അവസ്ഥ. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, തപ്പിത്താനുണ്ടായിട്ട് കാര്യമില്ല. കപ്പൽ മുങ്ങിപ്പോയി. ഈ കപ്പൽ പൊങ്ങൂല. ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ.